അടുപ്പിൽ എരിഞ്ഞു തീരേണ്ട ഒരു പാവം ചിരട്ടയുടെ അതിജീവനത്തിന്റെ കഥ. മേക്ക് ഓവർ ഓഫ് എ വേസ്റ്റ് കോക്കനട്ട് ഷെൽ. എരിഞ്ഞടങ്ങാനും വലിച്ചെറിയപ്പെടാനും വിധിക്കപ്പെട്ട ഓരോ ചിരട്ടകൾക്കും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. എന്നെ ഇങ്ങനെ കണ്ടാൽ അവർ പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. 1 2 നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. എല്ലാവർക്കും ഗാധാസ് കലാഹട്ടിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിരട്ട കൊണ്ടുള്ള ഒരു പേപ്പർ വെയിറ്റ് ആണ്. ഇത് ഷോപ്പീസായും ഉപയോഗിക്കാം. ഇതിനു വേണ്ടി എംസിലിന്റെ റെസിൻ ബേസും ഹാർഡ്നറും നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ചെറിയൊരു അടപ്പിന്റെ മുകളിലോ മറ്റോ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നമ്മളിവിടെ ചേമ്പിലയാണ് ഉണ്ടാക്കുന്നത്. ചേമ്പിലയുടെ ആകൃതിയിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് റീഫില്ലറോ മറ്റോ വെച്ച് ഇലയുടെ അടയാളങ്ങൾ കൊടുക്കുക. ഇനി നമുക്ക് ചേമ്പിലയുടെ തണ്ട് വേണം. അതുകൊണ്ട് ഒരു എംസിന്റെ പീസ് എടുത്ത് ഇതുപോലെ നമുക്ക് ചേമ്പിലയുടെ തണ്ടും ഷേപ്പ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്കൊന്ന് ഉണങ്ങാനായി വെക്കാം. ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തമ്മിലൊന്ന് യോജിപ്പിക്കാം. അതിനും എംസിയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇലയും അതിൻ്റെ തണ്ടും തമ്മിൽ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. കുറച്ച് സമയം ഉണങ്ങാൻ വെക്കാം. ഇങ്ങനെ കുറച്ചധികം ഇലകൾ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചിരട്ടയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ചിരട്ടയ്ക്ക് ആദ്യം നമുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിരട്ടയിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ കൊടുക്കാം. അത് എംസിയിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുക. എംസിയിൽ ഫുള്ള് കവർ ചെയ്തിട്ട് ഇങ്ങനെ റീഫില്ലറോ മറ്റോ വെച്ച് ചെറിയ അടയാളങ്ങളൊക്കെ ഇടുക. നമുക്കിഷ്ടമുള്ള പോലെ വേരിൻ്റെയും മറ്റും ഡിസൈൻസ് ഇതിൽ ചെയ്തെടുക്കാവുന്നതാണ്. എംസിയിലില്ല എങ്കിൽ പകരമായി മെഴുകുരുക്കിയും ഈ ഡിസൈൻസ് ചെയ്തെടുക്കാവുന്നതാണ്. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാൾ പണിയും. അനങ്ങിയാലത് കുത്തപ്പീനാറാകും. നമ്മുടെ ചിരട്ട ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഇലകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ചിരട്ടയ്ക്ക് ഹോൾ ഇട്ടിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഈ ചേമ്പില തണ്ടുകൾ ഇതുപോലെ ഇറക്കി വെച്ച് എംസിയിൽ കൊണ്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ എല്ലാ ഇലകളും നമുക്കിതുപോലെ ചിരട്ടയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വേരിൻ്റെ ഡിസൈൻസ് എംസിയിൽ ഉപയോഗിച്ച് ഈ ചേമ്പിലയുടെ താഴെയായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്കിതിൽ പെയിൻറ് ചെയ്യാം. ഞാനിവിടെ ഗ്രീൻ കളറ് ഫാബ്രിക് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയധികം കളേഴ്സ് എടുക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിലും അത് മതിയായിരിക്കും. നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അല്പം യെല്ലോ കളർ കൂടെ ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഒരല്പം കൂടെ ഒറിജിനാലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഞാനിവിടെ എടുത്തിരിക്കുന്നതിന് അത്ര ഒറിജിനാലിറ്റി ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നന്നായിട്ട് പെയിൻറ് ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് പെയിൻറ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ്. നമുക്കിനി ഈ ചിരട്ടയ്ക്ക് ബ്രൗൺ കളർ കൊടുക്കാം. ഞാൻ ബ്രൗണിൻ്റെ 2 ഷെയ്ഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഷെയ്ഡാണെങ്കിലും മതി. നമുക്ക് ലൈറ്റ് ബ്രൗണും ഡാർക്ക് ബ്രൗണും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു മണ്ണിൻ്റെ ഷെയ്ഡാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇനി ഞാൻ വൈറ്റ് പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആ ചേമ്പിൻ്റെ വേരായിട്ട് തോന്നിക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. അപ്പോൾ ഒരല്പം എടുപ്പ് തോന്നും നമുക്ക്. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഞാൻ അല്പം നെയിൽ പോളിഷ് വെച്ച് റെഡ് പെയിൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴിതാ നമ്മുടെ ചിരട്ടയുടെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. ഇതാണ് ഒരു ചിരട്ടയുടെ അതിജീവനത്തിൻ്റെ കഥ. അടുപ്പിൽ എരിഞ്ഞു തീരേണ്ട ഒരു പാവം ചിരട്ടയുടെ അതിജീവനത്തിൻ്റെ കഥ. താങ്ക് യു ഓൾ.